കോൾ ചെയ്ത് രാത്രി എന്നോട് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ സംസാരിക്കുന്നു. സംഘികളോട് മാത്രം പോലെ ആൾക്കും വേണം എന്നുള്ള തരത്തില്. ലൈംഗികമായിട്ട് തന്നെ ആളുകൾ ഉപദ്രവിക്കുക. അപ്പൊ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പ്രതികരിച്ചു. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഉമ്മേനും പെങ്ങളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഫോൺ കട്ട് ചെയ്തു. അഭിമാനമുള്ള ഒരാളാണെങ്കിൽ വീണ്ടും എന്നെ വിളിക്കില്ല. അപ്പം പിന്നെ വിളിച്ചപ്പോ ഞാൻ ചൂടായി ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ വാട്സപ്പിൽ കാണുന്ന ഒരു വൃത്തികെട്ട ഫോട്ടോ, എന്താ അവന്റെ സ്വകാര്യ ഭാഗത്തിന്റെ ഫോട്ടോ വേണ്ടാത്ത മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഈ കുംഭമേള ഇപ്പൊ കഴിഞ്ഞു. ഈ കുംഭമേള ഇപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുംഭമേളയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നോ എന്ന് കേരളത്തിൽ പല ഈ രണ്ട് ചിന്തയുള്ളവരുണ്ട്. കുംഭമേളയെ നെഗറ്റീവായിട്ട് കാണുന്നവരും, അല്ലെങ്കിൽ അവിടേക്ക് ഒരു കുംഭമേള എന്ന് കാണുന്നവരും, കുംഭമേളയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ, നമ്മൾ വിളിക്കുന്ന ഒരു കൗൺസിലർ ഉണ്ടല്ലോ, നമ്മുടെ പത്മജ മാഡത്തിനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യപ്പദാസേ ഞാൻ കുംഭമേളയ്ക്ക് പോവാണ്, ഞാൻ പോയിട്ട് വരട്ടെ, പോയിട്ട് അതൊക്കെ സംസാരിക്കാം. ആ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, ഇത്രയും പ്രാധാന്യത്തോടെയൊക്കെ പോകുന്നല്ലോ. ഞാനിത് പറയാൻ കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായി. അതായത് കമറുന്നീസ എന്നൊരു മലപ്പുറംകാരി, അവർ എവിടെയെന്ന് വെച്ചാൽ മലപ്പുറത്ത് കാടാമ്പുഴയുള്ളതാണ്. അപ്പൊ അവർക്ക് ഈ കുംഭമേള ഒന്ന് കാണണമെന്ന് തോന്നി. അവർക്കത് പോകാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അവരുടെ പിതാവെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എടോ, ഇപ്പൊ നമുക്ക് അന്യജാതി മതസ്ഥരുടെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടുന്നതിലോ ചെയ്യുന്നതിലോ ഇവിടെ ഒരു വിലക്കുമില്ല, ഒരിക്കലും ഇല്ല. ഈ പറയുന്ന സ്ത്രീ, മലപ്പുറത്തുകാരിയായ ഈ സ്ത്രീ ഈ പറയുന്ന കുംഭമേളയ്ക്ക് പോയി എന്ന വാർത്ത പുറത്തു വന്നതിന്റെ പിറകെ അവരുടെ സമുദായത്തിലെ ആൾക്കാരും അല്ലാതെ കുറെ പക്ഷാചാരികളും കുറെ കൃമികീടങ്ങളും, ഈ കൃമികീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ താഴെ വന്ന് എന്തെങ്കിലും ഒന്ന് ചൊറിയാതെ, ഇപ്പൊ ഞാനിത് പറയുകയാണെങ്കിൽ പോടാ ഡാഷ എന്നൊരു വാക്ക് ചൊറിയാതെ പോയിരുന്ന അവനല്ല. പോടാ ഡാഷ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഒരു ചിരിക്കണ ഒരു സ്റ്റിക്കർ വേണം ഇവർ ഇട്ട് കൊടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ളവന്മാരും എടുത്ത് ഈ പറയുന്ന പാവം കമറുന്നീസ എന്ന പാവം എന്നല്ല, അവരൊരു ബോൾഡാണ് അവര്, അങ്ങനെ അവര് തിരിച്ച് പ്രതികരിച്ചിരിക്കുന്നു. പ്രജിത, എന്താ ഇതിനെക്കുറിച്ച്? നമ്മളിപ്പം ലോകം അങ്ങനെ AI-ലോട്ടൊക്കെ പോവാ, നിർമ്മിത ബുദ്ധിയിലോട്ടൊക്കെ പോവാ, എന്നിട്ടും നമ്മളൊക്കെ ഇപ്പോഴും കുളത്തിലെ തവളയല്ല, കിണറ്റിലെ തവളയാണ്. പൊത്തിനകത്താണ് ഇരിക്കുന്നത് ഇപ്പോഴും. ഈ കിളിയുടെ കൂടെ ഒരു മരത്തിലെ പൊത്തിനകത്തുന്ന പോലെ ആ പൊത്താണ് അതിന്റെ ഏറ്റവും വലിയ ലോകം. അതുപോലെ ചുരുങ്ങി 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 നമ്മുടെയൊക്കെ ആൾക്കാരുടെ മനസ്സ് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തും ഇതേപോലെ അവന് ഒരു ആശ്വാസം കിട്ടാൻ 10 തെറി പറയുന്നതിലേക്ക് പോകുന്നു. അത് അമ്മയെന്നില്ല, പെങ്ങളെന്നില്ല, പിന്നെ ആരെന്നുമില്ല. പാവം ഈ യുവതി പ്രതികരിച്ചത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്താ പറയാനുള്ളത് ചേട്ടാ? അത് പറയുമ്പോൾ നമ്മൾ സംഖ്യകളായി മാറും. ആക്ച്വലി ഞാനൊരു സംഖ്യയല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹൈന്ദവപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്താൽ നമ്മളെ അപ്പോൾ തന്നെ, പക്ഷേ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ശരിപക്ഷമല്ലാതാവുകയും നമ്മൾ സംഖ്യയായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ സുഡാപ്പിയുണ്ട്. പക്ഷെ സുഡാപ്പിനെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടാ പൊള്ളും, സംഖ്യനെ എന്ത് വേണമെങ്കിലും പറയാം. അതാണ് ഇപ്പോഴത്തെ ഒരു അതാണ്. അപ്പോ എന്തായാലും എനിക്ക് തോന്നുന്നത് കുംഭമേളയുടെ പ്രാധാന്യം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു വിഭാഗം ശ്രമിച്ചുവെങ്കിലും അത് ആ നെഗറ്റീവ് ഇമ്പാക്റ്റിനേക്കാൾ ഉപരി ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർ ഇത്തവണ 64 ലക്ഷത്തോളം പേരാണ് ആ കുംഭമേളയിൽ പങ്കെടുത്തത്. അതിൽ 45 ലക്ഷത്തോളം പേരെന്നുള്ളതായിരുന്നു വിലയിരുത്തിയത്. പക്ഷെ എത്രയോ ലക്ഷം കൂടുതലാണ് എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ ഈ പറയുന്ന കമറുന്നീസ പോയതിനെ ചൊല്ലി അവർ NDA-യുടെ ഭാഗമായിരുന്ന ഒരു പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന സ്ത്രീയാണ്. പിന്നീട് അവർ BJP-യിൽ തന്നെ അംഗത്വം എടുക്കുകയാണ്. ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിങ്ങനെ നമ്മൾ ഉയർത്തിപ്പിടിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിന് താഴ്ത്തുകയും ഉയർത്തുകയും അപ്പർ ലിഫ്റ്റാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഹൈന്ദവ ധർമ്മ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവരോ ആയിക്കോട്ടെ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പുറത്തേക്ക് അവരുടെ ഉറൂസ് ഉൾപ്പെടെയുള്ള ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവർ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഖബറുകൾ, എനിക്ക് അറിയില്ല അതിനെ പറയുന്ന വാക്ക് എന്താണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ആഘോഷങ്ങളിൽ, അവരുടെ പള്ളികളിൽ, സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്ന പള്ളികളുണ്ടെങ്കിൽ അവിടെയോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് മതേതരത്വമാണ്. തിരിച്ച് ഒരു മുസ്ലിം മതവിശ്വാസി ഒരു കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതിനെ ചൊല്ലിയിട്ടാണ് കമറുന്നീസയ്ക്ക് നേരെ അവരുടെ പിതാവിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഒരാൾ അയാളുടെ പ്രൈവറ്റ് പാർട്ട് ഫോണിൽ അയച്ചു കൊടുത്തു. അവനെയൊക്കെ എന്താ പറയേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പൊ ആദ്യം ഇവരെ വിളിക്കുമ്പോൾ നീ സംഘികൾക്കൊപ്പം മാത്രമാണോ, നീ ഞങ്ങൾക്കൊപ്പം കിടക്കില്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെയും സഹോദരിയുടെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്തത് പിടിച്ചില്ല. ഒരു നാണമുള്ള മനുഷ്യനാണെങ്കിൽ, സാമാന്യ ബുദ്ധി ഉള്ളവനാണെന്നുണ്ടെങ്കിൽ പിന്നീട് വിളിക്കില്ല. പക്ഷേ ഈ കുട്ടിക്ക് പ്രൈവറ്റ് പാർട്ടിന്റെ പടം അയച്ചു കൊടുത്ത് ഈ കുട്ടി ഫേസ്ബുക്കിൽ ഇതിട്ടിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞിടുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇത് കുംഭമേളയ്ക്ക് പോയത് കൊണ്ട് മാത്രമല്ല കമറുന്നീസയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. കമറുന്നീസ ഇത്തരത്തിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ കമറുന്നീസ തന്നെ ആ ഓഡിയോയിൽ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ്, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയതിൻ്റെ പടങ്ങൾക്ക് നേരെയോ കുറിപ്പുകൾക്ക് നേരെയോ തെറിവിളി കുറവാണ്. ഹൈന്ദവ മതവിശ്വാസപരമായുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തെറിവിളി അടപടലം വരും. അതായത് ആ വിരുദ്ധത, ഹൈന്ദവ വിരുദ്ധത എന്നുള്ളത് അവിടെ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ചേട്ടനെ അറിയായിരിക്കും, ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. അവർ പറയുന്ന ചില കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ളത് മുൻനിർത്തി അവരുടെ വിശ്വാസപരമായുള്ള കാര്യങ്ങൾ അവരുടെ ഇടങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു. അതെ, പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീയുടെ വീഡിയോയ്ക്കൊക്കെ താഴെ വരുന്ന കമന്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വായിക്കാൻ പോലും പറ്റില്ല. ഇറിറ്റേഷൻ എന്ന് മാത്രമല്ല ചേട്ടാ, അത് അതിനൊക്കെ അപ്പുറമുള്ള ഒരുതരം വൈകൃതങ്ങളാണ്. അപ്പോൾ തിരിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കുറേ നാളുകൾക്ക് മുമ്പ് അറബ് വസന്തം അങ്ങനെ ഇങ്ങനെ ഈ നിലാവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഡെസ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പോകുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോഴല്ല, കാരണം അല്ലാത്ത സമയത്ത് നമ്മൾ പാഞ്ഞ് ജോലിക്ക് പോകുകയല്ലോ. അപ്പം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോസ്റ്ററുകൾ കാണാം, സമ്മേളനങ്ങൾ കാണാം. അതിനൊന്നും, അത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കൊന്നും ഞാൻ പല ഹൈന്ദവ സ്ത്രീകൾ വേശ്യാലയങ്ങളിൽ പോകുന്നു അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രസംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു കഥ ഇറങ്ങിയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, ഹൈന്ദവ സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെതിരെ ഒരു കഥ ഇറക്കിയിരുന്നു. അപ്പോൾ അവര് മോശം പ്രവർത്തിക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെച്ചത്. അത് പറഞ്ഞപ്പോ സോഷ്യലിസവും മതേതരത്വമൊക്കെ പൂത്തുലഞ്ഞു. തിരിച്ച് ഇതേ കാര്യം ഇപ്പുറത്തേക്കായിരുന്നുവെങ്കിലോ അവര് സമ്മതിക്കുമോ? എന്തിനാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എന്നുള്ള ചോദ്യം ഇവിടെ തന്നെയുണ്ട്. അതെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ നമ്മൾ എന്താ പറയാ, പുള്ളിനെ ഏതെങ്കിലും സെല്ലിൽ അടക്കണം, പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട്. വളരെ മോശമായിട്ടാണ്. വേശ്യാലയത്തിന് പണം കൊടുക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ക്ഷേത്രങ്ങൾക്ക് ഞാൻ പണം കൊടുക്കില്ല, പകരം വേശ്യാലയങ്ങൾക്ക് പണം കൊടുക്കാം എന്നുള്ളത്. ആ രീതിയിൽ പറയുമ്പോൾ ഏത് രാജ്യത്താണ് ഇയാൾ സംസാരിക്കുന്നത് ചേട്ടാ? അത് അദ്ദേഹം പറയുമ്പോൾ അവിടെ മതേതരത്വം പൂത്തുലയുന്നുണ്ട്. ചേട്ടൻ അത് മനസ്സിലാക്കണം. ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സവിശേഷ തരത്തിലുള്ള പെട്ടിയിൽ ഓട്ടായി വീഴുമ്പോഴാണ്. അതെ, അപ്പൊ അത് നോക്കിയേ ഞങ്ങൾ കളിക്കുള്ളൂ. ചുണയുണ്ടെങ്കിൽ തടഞ്ഞോൾ. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, എന്തോ സംസാരിച്ചു വന്നപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് ഫണ്ടൊക്കെ വരുന്നുണ്ട്, തടയാങ്കി തടഞ്ഞോളി. തീർച്ചയായിട്ടും അങ്ങനെ ഫണ്ട് വരുന്നത് കൊണ്ടാണ്
ഇത്തരത്തിൽ പൂത്തുലയുന്നത്. അതെ, തടയാമെങ്കിൽ തടഞ്ഞോളി എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇവിടെയുണ്ട്. മാത്രമല്ല, ഞാൻ ഈ ശശികല ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് എൻ്റെ ഫേസ്ബുക്കിൽ ആ സമയത്ത് ഞാൻ മെൻഷൻ ചെയ്തു. അന്നേരം ഒരാള് ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. ചാറ്റ് ബോക്സിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ബോധമില്ലേ? അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെയാണ്. ഞാൻ വർക്ക് ചെയ്തത് കൂടുതൽ അങ്ങനത്തെ ഒരു പത്രത്തിലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നതാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ല അത്. ഇപ്പൊ ഒരു അതെ, സംഭവം എന്താണെന്ന് മനസ്സിലായി. അതിന്റെ അർത്ഥം ഞാൻ അപ്പുറത്തേക്ക് പോയി എന്നുള്ളതല്ല. അവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നിരീക്ഷിക്കാനുള്ള ഒരു നമ്മുടെ ഒരു ബുദ്ധി പ്രവർത്തിച്ചപ്പോഴാണ് ഈ മാറി സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പറയുമ്പോൾ ഈ പറയുന്നത് പോലെ അവരെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, ഈ വഴിയോരങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നിങ്ങളുടേതായി നടക്കുന്നുണ്ട്, അവിടെ ഇന്ന മതം മാത്രമാണ് വിശ്വസിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഒരു ആജ്ഞയാണ് ശരിക്കും കൊടുക്കുന്നത്. അപ്പൊ അവരിലേക്ക് ഇൻജക്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പിന്നീട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയന്നു. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പൊ ഞാൻ കുറച്ച്, നമുക്ക് ഈ പറഞ്ഞുള്ള ചോരത്തിളപ്പുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഭയത്തെ തുടർന്ന് ഞാൻ ഇയാളെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഭീതിതമായ രീതിയിൽ നമുക്ക് ആ ഒരു കമന്റ് ഇട്ടാൽ പോലും വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കമറുന്നീസ ചെയ്തതിൽ ഒരു തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാ വിശ്വാസങ്ങളിലും ഒന്ന് തന്നെയാണെന്നേ. എല്ലാ വിവേകമുള്ള ആചാര്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആചാര്യന്മാരെന്ന് ഉദ്ദേശിച്ചത് എല്ലാ വിഭാഗങ്ങളുടെയുമാണ്. അപ്പൊ മറ്റൊരു മൗലവി ഉണ്ട്, മുസ്തഫ മൗലവി, നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളതാണ്, ചർച്ചകളിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹമൊക്കെ എത്ര പാണ്ഡിത്യത്തോടെയാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ അതെ അതെ, ഇതിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അപ്പൊ അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ശ്രീ എമ്മിനെ എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീ എമ്മിനെ എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന, ഞാനിപ്പോ ചേട്ടനെ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ പെട്ടെന്ന് നോക്കിയത്, ആ പേര് എനിക്ക് കിട്ടിയില്ല, നുസ്രത് ജഹാൻ എന്ന് പറഞ്ഞ ഒരു ലീഡർ ഉണ്ട്. അവർ വളരെ വ്യക്തമായിട്ട് ഈ സമൂഹത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. അവരും പോയിരുന്നു. പക്ഷെ അവരെ കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം അവരൊരു പാർട്ടി ലീഡറാണല്ലോ. അവരൊരു പാർട്ടി ലീഡറാണ്. അപ്പൊ അവര് പോയിരുന്നു. അവരോട് ഇതൊന്നും പറഞ്ഞാൽ ഏക്കില്ല. ആ ഒരു തലം കഴിഞ്ഞ് അവർ അതിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അവരിലേക്ക് ഒരു വിഷം ഇഞ്ചക്ട് ചെയ്യാനോ അവരെ ഭീഷണിപ്പെടുത്തലോ ഇതൊന്നും നടക്കില്ല. അപ്പോ ഈ കമറുന്നീസയെ സംബന്ധിച്ച് ഇതൊരു കമറുന്നീസയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ നിരവധി കമറുന്നീസമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ പിതാവിനെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ ഒരു അതെ അതെ അതെ, പക്ഷെ അദ്ദേഹത്തിന് ഉൾപ്പെടെ ഭീഷണി ഉണ്ട് എന്നുള്ളത്. അതായത് അവരുടെ സഹോദരന്റെ ഭാര്യയാണ് പറഞ്ഞത്, ഇവളെയൊക്കെ എന്തിനാണ് വളർത്തുന്നത്, കൊന്നുകൂടെ, എന്റെ മകളാണെങ്കിൽ ഇവളെ ഞാൻ കൊന്നു കളഞ്ഞേനെ എന്നുള്ള രീതിയിൽ എന്താ പറയാ, കൊലപ്പെടുത്താനുള്ള ആഹ്വാനം വരെ സ്വന്തം വീട്ടിൽ നിന്ന് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഭീതിതമാണ് ഇത്തരത്തിലുള്ള മതേതരത്വം പൂത്തുലയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതൊക്കെ തമാശ രീതിയിൽ മതേതരത്വം പൂത്തുലയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വളരെ ഭീതിതമായ ഒരു അവസ്ഥ തന്നെയാണ്. അതെ, ഒരു വിഭാഗത്തിനെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പച്ചകെട്ടി ഇറങ്ങുകയാണ്. ഇറങ്ങി പ്രീണിപ്പിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതെ, ഏച്ചി കെട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ആ പ്രീണനം ശരിക്കും മുളച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇനി അതങ്ങോട്ടേക്ക് അത്രയ്ക്കും വിലപ്പോകില്ല. കാരണം പണ്ടാണെങ്കിൽ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു, ഇതിലൊക്കെ വരാനും പങ്കെടുക്കാനും ഒക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്നത് അല്ല ഏട്ടാ, ഇന്നത്തെ കാര്യങ്ങൾ മാറിപ്പോയി. ഇവരെന്തുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്? പണ്ടത്തെ ഒരു അവസ്ഥയാണ്. BJP ഇത്രയും പ്രബലമായിട്ടില്ലായിരുന്നെങ്കിൽ, RSS ഇത്രയും പ്രബലമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല, പരിതാപകരമായിരിക്കും. ഇവർ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് സംശയമായിരിക്കും. അപ്പോൾ ഇപ്പോ ഇത്രയും പ്രബലമായ രീതിയിൽ തന്നെ BJP നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും BJP ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത്
RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നാ. അതിൽ പറയുന്ന പോലെ ഒരുപാട് പിന്നെ നമ്മൾ RSS കാരനെന്നോ അല്ലെങ്കിൽ അതിന്റെ പക്ഷം ചേരുന്നോ അല്ല, എങ്കിലും ആ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വലിയ ബാക്ക് ബോൺ, അത് നമ്മുടെ ഭാരത ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക പങ്കുള്ള ഒരു പിന്നെ അതെ, അതിനെ വളച്ചൊടിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചത് മുഴുവൻ നമ്മളെ വെട്ടുകയും കൊലപ്പെടുത്തുകയും നമ്മുടെ പൂർവികരെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തവരുടെ ചരിത്രമാണ്. നമ്മുടെ പൂർവികർ ഇവർ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പല സിനിമകളും ഇന്ന് വസ്തുനിഷ്ഠമായ രീതിയിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് സിനിമകൾ വരികയും ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് ഇത്രയേറെ ചൊറിച്ചിൽ വരുന്നത്. അതുകൊണ്ടാണ് CPM-ന് ആ ചൊറിച്ചിലുണ്ട്, ഭീകരമായ രീതിയിലുണ്ട്, വീഴണമല്ലോ. എന്തായാലും കമറുന്നീസ പോലുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്, അവർക്കൊക്കെ ഭീഷണികളുണ്ട്. പക്ഷെ അവരൊക്കെ അവരൊക്കെ വരട്ടെ, അവർക്കെല്ലാം വാം വെൽക്കം തന്നെ കൊടുക്കേണ്ടതാണ്, കൊടുത്തെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതെ.